എല്ലാവർക്കും നമസ്കാരം. എഡ്യൂഗാനറ്റിൻ്റെ ഡെയിലി കറണ്ട് അഫെയർസ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 18 കറണ്ട് അഫെയർസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യ ആൻഡ് നൈജീരിയ വിൽ ജോയിൻ ഹാൻഡ്സ് ടു ടാക്കിൾ ടെററിസം, പൈറസി, ഡ്രഗ് ട്രാഫിക്കിംഗ്. പ്രൈം മിനിസ്റ്റർ. സോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നൈജീരിയ വിസിറ്റ് ചെയ്യുകയുണ്ടായി. ഈ നൈജീരിയ വിസിറ്റ് ചെയ്ത ടൈമിൽ ഇന്ത്യയും നൈജീരിയയും തമ്മിൽ പല മേഖലകളിലായിട്ട് ബയലാറ്ററൽ ടേംസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ തീരുമാനിച്ച മേഖലകളാണ് ടെററിസം, പൈറസി, ഡ്രഗ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. ഇത് നേരിട്ട് നമ്മൾ ഇന്ത്യ നൈജീരിയ വിസിറ്റിംഗ് അല്ല, G20 മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ പ്രൈം മിനിസ്റ്റർ G20 മീറ്റിങ്ങിനായിട്ട് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെത്തി. ആ മീറ്റിങ്ങിന് ശേഷമാണ് നൈജീരിയ. ഇനി ഗുയാനയും വിസിറ്റ് ചെയ്യുകയുണ്ട്. അപ്പം ആ ഒരു ന്യൂസ് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കണക്ട് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണിത്. സോ അപ്പം ടെററിസം, പൈറസി, ടാക്ലിംഗ്, അതേണക്ക് ഡ്രഗ് ടാക്ലിംഗ് എന്നുള്ള മേഖലകളിലെല്ലാം തന്നെ, എനർജി എന്നുള്ള മേഖലകളിലെല്ലാം തന്നെ നൈജീരിയയുമായിട്ട് കൂടുതലായിട്ട് ടൈപ്സിൽ ഏർപ്പെടാനായിട്ടാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ നൈജീരിയയിൽ ഫ്ലഡ് അഫക്റ്റ് ചെയ്ത സ്ഥലങ്ങളിലേക്ക് 20 ടൺ റിലീഫ് സപ്ലൈസ് ഉടനെ തന്നെ കൊടുക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നൈജീരിയയിൽ നിന്നൊരു അവാർഡ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് ലഭിക്കേണ്ടത്. അതെന്ന് പറയുന്നത് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ഓർഡർ ഓഫ് ചീഫ്. ഇത് ഒരു നൈജീരിയ തന്നെ ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് നാഷണൽ അവാർഡാണ്. ഈ ഒരു അവാർഡാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിക്ക് ലഭിക്കുന്നത്. ഈ ഒരു അവാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നൈജീരിയയുടെ ഈ ഒരു അവാർഡ് കിട്ടുന്ന സെക്കൻഡ് ഫോറിനറാണ് ഇദ്ദേഹം. ആദ്യം ലഭിച്ചത് 1969 ക്വീൻ എലിസബത്തിനായിരുന്നു. ക്വീൻ എലിസബത്തിന് ശേഷം ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ്. ഈ ഒരു അവാർഡോടുകൂടി 17ാമത്തെ ഇൻ്റർനാഷണൽ അവാർഡാണ് ഇദ്ദേഹം കരസ്ഥമാക്കുന്നത്. 17 ഇൻ്റർനാഷണൽ അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബു ആണ്. ഇന്ത്യ conducts historic flight test of hypersonic missile with a range of 1500 km. ഇതെന്ന് പറയുന്നത് നമ്മുടെ സാറ്റർഡേയിൽ നമ്മുടെ മെയ്ഡ് ഇൻ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് സക്സസ്ഫുള്ളായി എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് നടത്തിയെന്ന് പറയുന്നത് ഒഡീഷ കോസ്റ്റിലുള്ള APJ അബ്ദുൽ കലാം ഐലൻഡിലാണ്. ഈ ഒരു മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനായ DRDOയുടെ അബ്ദുൽ കലാം കോംപ്ലക്സ് ലാബാണ് ഈ ഒരു ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഡിഫൻസ് മേഖലയിൽ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക് മൊമെൻ്റ് ആണെന്നാണ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ഒക്കെ അവകാശപ്പെടുന്നത്. ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ സ്കീം ഡെവലപ്പ് ചെയ്ത 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനു മുന്നേ റഷ്യയും ചൈനയുമാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വരുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. USA ആണെങ്കിൽ പോലും സ്റ്റിൽ ഡെവലപ്പിംഗ് എന്നുള്ള ന്യൂസാണ് നമുക്ക് വരുന്നത്. ഇനി ഈ ഒരു മിസൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെറൈറ്റീസ് അല്ലെങ്കിൽ വേരിയസ് പേലോഡ്സിന് അറ്റ് എ ടൈം ഇതിന് ക്യാരി ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 500 കിലോമീറ്റർ വരെ ഇതിന് ആ ഒരു റേഞ്ചും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, ഡെൻമാർക്സ് വിക്ടോറിയ കെയർ തെൽവിക് ഈസ് ക്രൗൺഡ് മിസ് യൂണിവേഴ്സ് 2024. സോ മിസ് യൂണിവേഴ്സ് 2024 തിരഞ്ഞെടുത്തിട്ടുണ്ട് ഡെൻമാർക്കിൻ്റെ വിക്ടോറിയ കെയർ തെൽവിക് ആണ് 2024 മിസ് യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. സോ ഡെൻമാർക്കിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നത്. വിക്ടോറിയ കെയർ തെൽവിക് എന്ന് പറയുന്നത് ഒരു ഡാൻസറാണ്, എൻ്റർപ്രണറാണ്, ആനിമൽ റൈറ്റ് ആക്ടിവിസ്റ്റ് കൂടിയാണ്. ദെൻ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത റിയ സിൻഹ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് പങ്കെടുത്തത്. അത് ടോപ്പ് 30 ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്നൊരു ന്യൂസ് ഉണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യാസ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ഇനാഗുറേറ്റഡ്. ഇത് ഇന്തോനേഷ്യയിലാണ് ഡെവലപ്പ് ചെയ്തത്. ഇന്തോനേഷ്യയിൽ തന്നെ വെസ്റ്റ് ജാവ പ്രൊവിൻസ് ആയിട്ടുള്ള പുർവാകാർത്തിലാണ് ഇത്
ഇനാഗുറേറ്റ് ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ നിന്ന് ഏറ്റവും ലാർജസ്റ്റ് സോളാർ പവർ പ്ലാന്റ് ആണ്. ഇത് സിറാറ്റ ഡാമിനകത്താണ് ചെയ്തിരിക്കുന്നത്. 2021 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് എൻ്റെ പണി. ഇപ്പോഴാണത് ഇനാഗുറേറ്റ് ചെയ്തത്. 192 മെഗാവാട്ട് പീക്ക് ഫെസിലിറ്റി വരെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കാറുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്തത് UAE കമ്പനിയായിട്ട് UAEയുടെ റിന്യൂവബിൾ എനർജി കമ്പനിയായിട്ടുള്ള മസ്ദാറും അതേ കണക്കിന് PLN എന്ന് പറയുന്ന കമ്പനി, ഇവർ രണ്ടുപേരോട് ചേർന്നിട്ടാണിത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓസ്ട്രേലിയ അപ്പോയിൻറ്റ്സ് ഫസ്റ്റ് ആൻറ്റി സ്ലേവറി കമ്മീഷൻ ടു കോമ്പാക്ട് മോഡേൺ സ്ലേവറി. സോ ഓസ്ട്രേലിയയിൽ ഒരു അപ്പോയിൻമെൻ്റ് ആണ്. ആ അപ്പോയിൻമെൻറ്റ് ഡിസംബറിൽ നിലവിൽ വരത്തുള്ളൂ. സോ അതെന്ന് പറയുന്നത് ഒരു ആൻറ്റി സ്ലേവറി കമ്മീഷനെ കൊണ്ടുവന്നു. മോഡേൺ സ്ലേവറീസ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഓസ്ട്രേലിയ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിസ് ഇവാൻസിനെ ഫസ്റ്റ് ആൻറ്റി സ്ലേവറി കമ്മീഷണറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഡിസംബറിലാണ് നിലവിൽ വരിക. 5 വർഷത്തേക്കായിരിക്കും ഈ ഒരു ഇത് വരുന്നത്. ഇന്ത്യ ബിംസ്റ്റെക് സൈൻ ഡീൽ ഫോർ എനർജി ഹബ് ഇൻ ബംഗളൂരു. ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും അതേപോലെ തന്നെ ബിംസ്റ്റെക് എനർജി സെൻറ്ററും തമ്മിൽ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ബിംസ്റ്റെക് എനർജി സെൻറ്റർ ബംഗളൂരുവിൽ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബിംസ്റ്റെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ, ഒരു എനർജി ഡെവലപ്പിംഗ് ആയിട്ടൊരു സെൻറ്ററാണ്. സോ നമുക്ക് ഇനി വരുന്ന ടൈമിൽ റിന്യൂവബിൾ എനർജി സോഴ്സസിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നൊരു വളരെ ഒരു നല്ല ഒരു ന്യൂസാണിതെന്ന് പറയുന്നത്. ഇനി ബിംസ്റ്റെക്കിനെ പറ്റി പറയുവാണെങ്കിൽ 1997 ജൂൺ 6 ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ ഇതിന് നിലവിൽ വരാൻ കാരണമായ ഉടമ്പടിയാണ് ബാങ്കോക്ക് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ധാക്കയാണ്. ഇതിനകത്ത് ഇത് തുടങ്ങിയ സമയത്ത് 4 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, 4 കൺട്രീസ് ആയിരുന്നു മെമ്പേഴ്സ്. ഇപ്പോൾ അത് 6 മാറിയിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഒരു ബിംസ്റ്റെക്കിൻ്റെ ഈ ഒരു ഡീല് സൈൻ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്. അതിനൊക്കെ തന്നെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സെക്രട്ടറിയായ ജയദീപ് മസ്ദൂറും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ദെൻ ഇദ്ദേഹമാണ് ആദ്യം ഈ ഒരു ഇത് സൈൻ ചെയ്യുന്നത്. അന്നേരം ബിംസ്റ്റെക്കിൻ്റെ ഭാഗത്ത് നിന്ന് സൈൻ ചെയ്യുന്ന ബിംസ്റ്റെക്കിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഇന്ദ്രമണി പാണ്ഡെയാണ്. ഓക്കെ, ഇനി നമ്മൾ ബിംസ്റ്റെക്കിനെ പറ്റി പറയാനുള്ള അതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക ആൻഡ് തായ്ലാൻഡ് ആണ്. 1998 ഈ ഒരു സംരംഭത്തിലേക്ക് നേപ്പാൾ ജോയിൻ ചെയ്യുന്നു. 2004 ഭൂട്ടാൻ ജോയിൻ ചെയ്യുന്നു. സോ അപ്പം നമുക്കിപ്പോൾ ടോട്ടലി 6 മെമ്പേഴ്സാണുള്ളത്. ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലാൻഡ്, നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ ആണ്. ദെൻ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബംഗ്ലാദേശിലെ ധാക്കയാണ്. സോ ബിംസ്റ്റെക്കിൻ്റെ വരാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഇന്ത്യയിൽ എവിടെയാണ്? ബംഗളൂരു ആണ് കേട്ടോ. കർത്താപൂർ സാഹിബ് കോറിഡോർ സെലിബ്രേറ്റ് 5 years ഓഫ് റിലീജിയസ് കണക്ടിവിറ്റി. കർത്താപൂർ സാഹിബ് കോറിഡോർ ഉണ്ട്, ഇന്ത്യയും പാകിസ്ഥാനെയും കണക്ട് ചെയ്യുന്നതാണ്. 2019 നവംബർ 9 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. സോ അതിപ്പോൾ 5 വർഷമായി 5th ആനിവേഴ്സറിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താണ് കർത്താപൂർ സാഹിബ് കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ നമ്മുടെ ഗുരുനാനക്ക് ഫൗണ്ട് ചെയ്തൊരു സ്ഥലമാണ് കർത്താപൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് 18 years സ്പെൻഡ് ചെയ്തൊരു പ്ലേസ് ആണ്. അത് രവി നദിയുടെ തീരത്തായിട്ടാണ്. ഇപ്പോൾ അത് പാകിസ്ഥാനാണ്. സോ അവിടുത്തെ അതൊരു 1947 ഇന്ത്യ പാർട്ടീഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് രണ്ടായിപ്പോയി. സോ അപ്പോൾ അത് ആക്ച്വലി ഇപ്പം പാകിസ്ഥാനിലാണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കർത്താപൂർ സാഹിബ് കോറിഡോർ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്താണ് ഈ വിസിറ്റേഴ്സ് വരുന്ന ഒരു സ്ഥലമാണിതെന്ന് പറയുന്നത്. ഓക്കെ, സോനു സൂദ് അപ്പോയിൻറ്റഡ് ആസ് ബ്രാൻഡ് അംബാസിഡർ ആൻഡ് ഹോണറി ടൂറിസം അഡ്വൈസർ ഫോർ തായ്ലൻഡ്. സോ തായ്ലൻഡിൻ്റെ ഹോണറി ടൂറിസം അഡ്വൈസറിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഹിന്ദി ആക്ടറായിട്ടുള്ള സോനു സൂദിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോനു സൂദിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ കാരണം അദ്ദേഹം ഈ കോവിഡ് ടൈമിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തികളും എല്ലാം കൂടി ചേർന്നിട്ടാണ്. അദ്ദേഹം ഒരു ഫിലാൻഡ്രോപ്പിസ്റ്റ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ആണ്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതികളെല്ലാം കണ്ടിട്ടാണ് അദ്ദേഹത്തിന് തായ്ലൻഡ് ഈ ഒരു ബ്രാൻഡ് അംബാസിഡർ പദവി നൽകുന്നത്. പ്രജ്നേഷ് അനൗൺസസ് റിട്ടയർമെൻറ്റ് ഫ്രം പ്രൊഫഷണൽ ടെന്നീസ്. പ്രജ്നേഷ് ഗുണേശ്വര എന്ന് പറയുന്ന തമിഴ്നാട്ട് സ്വദേശിയാണ്. അദ്ദേഹം പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു എന്നാണ് ന്യൂസ് വരുന്നത്. ഇദ്ദേഹത്തിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ 2018 ഏഷ്യൻ ഗെയിംസിന് ബ്രോൺസ് മെഡൽ നേടിയ വ്യക്തിയാണ് ഇദ്ദേഹം. തന്നെ 248 എന്നുള്ള ഹയസ്റ്റ് ഡബിൾ റാങ്കിങ് ഇദ്ദേഹം നേടിയിട്ടുണ്ട്. സോ അദ്ദേഹം പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് റിട്ടയർ ആവാനുള്ള ന്യൂസാണ് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം തമിഴ്നാടാണ്.
ഇതോടെ ഇന്നത്തെ ന്യൂസ് അവസാനിക്കുന്നു. താങ്ക്